2025 വഖഫ് ഭേദഗതി നിയമത്തിലെ ചില വ്യവസ്ഥകൾ സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായ്, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മാസിഹ് എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. 5 വർഷത്തോളം ഇസ്ലാം മത വിശ്വാസം പിന്തുടരുന്നവർക്ക് മാത്രമേ വഖഫ് നൽകാൻ കഴിയൂ എന്ന നിയമത്തിലെ വ്യവസ്ഥ സംസ്ഥാന സർക്കാരുകൾ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതുവരെ പരമോന്നത കോടതി സ്റ്റേ ചെയ്തു. സർക്കാർ ഭൂമി കയ്യേറി വഖഫിലേക്ക് മാറ്റിയിട്ടുണ്ടോ എന്ന തർക്കം തീർപ്പാക്കാൻ സർക്കാരിന്റെ നിയുക്ത ഉദ്യോഗസ്ഥനെ അനുവദിക്കുന്ന വ്യവസ്ഥയും സ്റ്റേ ചെയ്തിട്ടുണ്ട്. പൌരന്മാരുടെ വ്യക്തിപരമായ അവകാശങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് അനുവാദം നൽകാനാവില്ലെന്നും ഇത് അധികാര വിഭജനത്തിന്റെ ലംഘനമാണെന്നും കോടതി നിരീക്ഷിച്ചു. എന്നാൽ വഖഫ് ബോർഡുകളിൽ അമുസ്ലിം അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ അനുവദിക്കുന്ന വ്യവസ്ഥ കോടതി സ്റ്റേ ചെയ്തിട്ടില്ല. എന്നാൽ സാധ്യമാകുന്നിടത്തോളം ബോർഡിലെ എക്സ് ഒഫീഷ്യോ അംഗം മുസ്ലിം വിഭാഗത്തിൽ നിന്നും ആകണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേന്ദ്ര വഖഫ് കൌൺസിലിൽ 4 പേരിൽ കൂടുതൽ മുസ്ലിം ഇതര വിഭാഗത്തിൽ നിന്നുമാകാൻ പാടില്ലെന്നും സംസ്ഥാന വഖഫ് ബോർഡിൽ 3 പേരിൽ കൂടുതൽ മുസ്ലിം ഇതര വിഭാഗത്തിൽ നിന്നും ആകരുതെന്നും കോടതി വ്യക്തമാക്കി. നിയമത്തിന്റെ ചട്ടങ്ങൾ രൂപീകരിക്കും വരെയാണ് ഇടക്കാല സ്റ്റേ. വിവിധ മുസ്ലിം സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമാണ് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കോടതിയിൽ ഹർജി നൽകിയത്. അതിനിടെ സുപ്രീം കോടതി നടപടിയെ സ്വാഗതം ചെയ്യുന്നതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. കേന്ദ്ര സർക്കാർ സുതാര്യമായ രേഖകളാണ് സുപ്രീം കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചത്. ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പാക്കുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും കിരൺ റിജിജു വ്യക്തമാക്കി. सुप्रीम कोर्ट ने वक्फ अमेंडमेंट एक्ट को पूरा सुनवाई करके जो आज ऑर्डर पास किया है, मैं इसका स्वागत करता हूं. सुप्रीम कोर्ट को पूरा विषय का जानकारी है, बहुत विस्तार में पक्ष रखा. सरकार के ओर से हमारे सॉलिसिटर जनरल ने विस्तृत रूप से एक्ट में जो प्रावधान है और उसका मंशा, सरकार का जो सोच है, उसको भी सुप्रीम कोर्ट में रखा है. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.